ജിയ, ഇതാ ആർട്ട് ക്ലാസിന്റെ ഷെഡ്യൂള് താൻ ചോദിച്ചില്ലായിരുന്നോ? ഓ താങ്ക്സ് നിത്യ. താൻ എന്താ ഇന്ന് ക്ലാസ്സിൽ കയറാതിരുന്നേ? അവിടെ എവിടെയായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇന്ന് ക്ലാസ്സിൽ കയറാൻ തോന്നിയില്ല, അതാ. എന്നാ ഓക്കെ, ബൈ. ഈ പെങ്കുച്ചിനോട് ഞാൻ എങ്ങനെ പറയും വിജയം കാണാതെ ഞാൻ മുങ്ങി നടക്കുവാന്ന്. ഹായ് ജിയ. ഓ ഹായ് ജോ. എന്താടോ ഗ്രൗണ്ടിൽ കറങ്ങിയിരിക്കുന്നേ? ക്ലാസ് ഇല്ലേ? ഇല്ല, അല്ല ഉണ്ട്, ചെറിയൊരു ബോറിങ്, സോ കട്ട് ചെയ്തു. കയ്യിൽ എന്താ തന്റെ? ഇതോ ആർട്ട് ക്ലാസിന്റെ ഷെഡ്യൂളാ, ഞാനിതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ഓ അപ്പൊ താൻ വരയ്ക്കുവോ? ഹേയ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും കുത്തിക്കറിക്കും, ദാറ്റ്സ് ഓൾ. സോ താൻ ഫ്രീ ആണെങ്കിൽ വരുന്നോ? ഒരു കോഫി ഓഫർ ചെയ്യാം. കോഫി? നോ താങ്ക്സ്, ആക്ച്വലി ഞാനൊരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തനിക്ക് കള്ളം പറയാൻ അറിയില്ലടോ. ജോ, what do you mean? താൻ കള്ളാന്ന് പറയുന്നതെന്ന് തന്റെ കണ്ണ് കണ്ടാൽ അറിയാം. ഏയ് അങ്ങനെയൊന്നുമില്ല. Then one coffee? Cookie? ദൈവമേ വിജയൻ, ഇങ്ങോട്ടാണല്ലോ. അയ്യോ ഞാൻ പെട്ടു. നീ എന്താടി ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സില്ലേ നിനക്ക്? അത് വിജയ, ഞാൻ ക്ലാസ് ഫ്രീ അവർ ആയിരുന്നു. ഹലോ ഗിവിൻ. ഹായ് ജോ. താനും ചെയ്യും പരിചയമുണ്ടോ? യെസ്, ഇതെന്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാ. ഓ റിയലി? ഞങ്ങൾ കാലത്തെ ഒന്ന് പരിചയപ്പെട്ടതാ. ആളിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ കണ്ട് ജസ്റ്റ് ഒന്ന് കമ്പനി കൊടുത്തതാ. എനിവേ യു ഗൈസ് കാരി ഓൺ. ബൈ ഗിവിൻ. ബൈ ജിയ. പിന്നെ ഞാൻ പറഞ്ഞത് താൻ മറക്കണ്ട. ബൈ ജോ. അവനെന്താ പറഞ്ഞേ? കോഫി കുടിക്കാൻ വരുന്നോന്ന്. എന്നിട്ട് നീ എന്നെ പറഞ്ഞു? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ വിജയ, ഞാൻ ചെല്ലട്ടെ? അവിടെ ഇപ്പൊ ഫ്രീ അവറാ, നിനക്ക് ക്ലാസ് ഇല്ല, ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അത് വിജയ, എനിക്ക് ക്ലാസ് അല്ല ആർട്ട് ക്ലാസ് വരെ ഒന്ന് പോണ. എനിക്ക് ഇപ്പോഴോർത്തെ. അത് പറഞ്ഞപ്പോഴോർത്തെ നീ ഇന്ന് എന്റെ ക്ലാസ്സിന്റെ മുമ്പിൽ വന്ന് എന്നെ ഒളിഞ്ഞു നോക്കിയിട്ട് എങ്ങോട്ടാ മുങ്ങിയേ? ദൈവമേ, എന്നെ ചായം കണ്ടായിരുന്നോ? നീ എന്താ ആലോചിക്കുന്നേ? ഞാനല്ല, അത് ഞാനല്ല. ഐ മീൻ ഞാൻ എന്തിനു ഓടുന്നേ? ചിലപ്പോൾ അതിലെ വന്നപ്പോ ജസ്റ്റ് പാസ് ചെയ്തതായിരിക്കും. ഓഹോ അങ്ങനെയാണോ? അതെ അങ്ങനെ. കഴിഞ്ഞ അവർ ഫുള്ള് ഞാൻ ക്ലാസ്സിലായിരുന്നു. ശരിക്കും? അതെ. അപ്പോ നീ ഞാൻ രാവിലെ നിന്റെ ടേബിളിൽ വെച്ച കത്ത് കണ്ടില്ലേ? എന്റെ മിശിഹായെ, എനിക്ക് അറിയായിരുന്നു കറങ്ങി തിരിഞ്ഞ് ഇത് തന്നെ ചോദിക്കുന്നതെന്ന്. നീ എന്തൊന്നും മിണ്ടാത്തെ? കത്തോ? ധൃതിയിൽ ഞാൻ വായിച്ചില്ല, അല്ല കണ്ടില്ല. അവിടെ അങ്ങനെ ഒരു കത്തുണ്ടായിരുന്നോ? എന്റെ അഭിനയ സിംഹമേ, നീ അപ്പൊ റൂട്ട് മാറ്റി പിടിക്കുക അല്ലേടി? നിനക്കിട്ട് ഞാൻ തരാടി. നീ വായിച്ചില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. അതിനകത്ത് നീ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചില്ലായിരുന്നു. അതിന്റെ ബാക്കി മറുപടി നിനക്ക് തരാം. നീ എന്റെ കൂടെ വാ.
ഈശോയെ. എന്നടി അയ്യോ ഇച്ചായ, എനിക്ക് ആർട്ട് ടീച്ചറെ ഒന്ന് കാണണം. ഞാനിപ്പോ വരാം. എടി നീ ഓടാനടി അവിടെ നിക്ക്. നിക്കാൻ സമയമില്ല ഇച്ചായ, ക്ലാസ്സിൽ കയറണം. ഞാൻ പോവാ. എസ്കേപ്പ് ചെയ്യാ. നീ എത്ര നേരം ഇങ്ങനെ ഓടി? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി എന്റെ മരുന്നിനെ. ഡാ വി ജിമ്മി, ഡാ പറ. ഡാ ഇപ്പഴാ ഹോബിച്ചായ വിളിച്ചത്. അപ്പാപ്പന്റെ കാര്യം പറഞ്ഞത് ഇപ്പഴാ. എടാ ഞാൻ വരണോടാ? വേണ്ടടാ, ധൃതി പിടിച്ച് നീ ഇങ്ങോട്ട് പോരണ്ട. കോമ്പറ്റീഷന്റെ ലാസ്റ്റ് ഡേ അല്ലേ, അത് നീ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ തോമസ് പറഞ്ഞു കാണുമല്ലോ, അപ്പാപ്പനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലടാ. ആ ഇത് പറഞ്ഞു, എന്നാലും ഒരു അൺഫീലിംഗ് പോലെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ഇന്നുകൂടെ കഴിഞ്ഞിട്ട് നാളെ ഈവനിങ് ഞാൻ അങ്ങോട്ടെത്താം. എന്നിട്ട് നമുക്ക് മൂന്നവർക്ക് ഒന്നിച്ചു പോയാലോ? ആ അത് വേണ്ട ജിമ്മി, നീ ഒരു കാര്യം ചെയ്യും, നീ നേരെ അവിടെ അങ്ങോട്ടേക്ക് വിട്ടു. ഞാനും കുക്കിയും കൂടെ നാളെ ഈവനിങ് അങ്ങോട്ട് വരാം. പറഞ്ഞ പോലെ അവളെന്തിയടാ? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവള് ഫോണും എടുക്കുന്നില്ല. അവളെങ്ങനെ സെറ്റായോ അവിടെ? മിക്കവാറും അവൾ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വാങ്ങും. അങ്ങോട്ട് കയറി അടിയുണ്ടാക്കുന്നു. ഈ കുരിപ്പ് ഇവളോട് ഞാൻ പറഞ്ഞതാ, വീട്ടിൽ കിടന്ന് നമ്മളെ വെക്കിട്ട് കയറുന്ന പോലെ അവിടെ ചെന്ന് കാണിക്കല്ലേ. ശരി എന്നാ നീ വെച്ചു. പിന്നെ ജാക്സന് തിരക്കിന്ന് പറഞ്ഞു. ഓക്കേടാ, ശരി, ബൈ. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഹായ് സാർ, ഐ എം ജിയ. ആർട്ട് ക്ലാസ്സിൽ ന്യൂ അഡ്മിഷൻ ആണ്. ജിയ, ഓക്കെ മനസ്സിലായി. കെവിൻ പറഞ്ഞിരുന്നു തന്റെ കാര്യം. ബട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്തിട്ട് കുറച്ചായി, അധികം സ്റ്റുഡൻസ് ഇല്ല, പുതിയ ബാച്ച്. ഇറ്റ്സ് ഓക്കെ സാർ, ഞാനും പയ്യെ ജോയിൻ ചെയ്തോളാം. ബട്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ആ ക്ലാസ്സൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ? ഷോ, ബട്ട് ക്ലാസ് കുറച്ച് ഡസ്കി ആൻഡ് അൺടച്ച്ഡ് ആണ് കേട്ടോ. താങ്ക് യു സാർ. ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങിക്കോളാം. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതാ. വാവ്, സൂപ്പർ, കൊള്ളാലോ ഐറ്റംസ് ഒക്കെ. എനിക്ക് എന്നാണോ ഇങ്ങനെയൊക്കെ ഒന്ന് വരയ്ക്കാൻ പറ്റുന്നത്? ഇത് ഈ പെയിന്റിങ്ങിൽ ജോ എന്നല്ലേ എഴുതിയേക്കുന്നത്? ഇനി ഇത് ആ ജോ തന്നെയാണോ? അതേടോ, അത് ഞാൻ തന്നെയാ. The one and only Joe. ജോ, താനെന്താ ഇവിടെ? അതിങ്ങോട്ട് ഒറ്റയ്ക്ക് കയറുന്നത് ഞാൻ കണ്ടിരുന്നു. സോ ഐ തോട്ട് തനിക്കൊരു കമ്പനി തരാമെന്ന്. ഓ ഓ ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, കെവിൻ തന്റെ ആയോ? വിജയന്റെ പപ്പയും എന്റെ പപ്പയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഓ, അപ്പൊ ഇയാളാണല്ലേ മാളിയേക്കൽ ജൂണിന്റെയും ജിനിയുടെയും അഡോപ്റ്റഡ് ഡോട്ടർ? അതെ. ഏയ്, എനിക്ക് ഹേർട്ടായോ? ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ഏയ് ഇല്ല, അങ്ങനെ പറഞ്ഞാലും അതെനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അവരുടെ മകളായിട്ട് തന്നെ അവരെന്നെ വളർത്തുന്നത്. ജിയ, തന്റെ മുടിയിലൊരു ജോ, ഓ സോറി, അത് എടുത്തു കളയാൻ ഞാൻ പെട്ടെന്ന്. ഐം സോറി. എന്നാ ശരി, ഞാൻ പോവാ. തനിക്ക് ഇപ്പോഴും എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതാണോ ഞാൻ കോഫി കുടിക്കാൻ വിളിച്ചപ്പോഴും താൻ വരാഞ്ഞത്? ഏയ്, വേറൊന്നും കൊണ്ടല്ല, പിന്നെ ഒരു ദിവസം ആകാം. ഓക്കെ. ജിയ, താൻ ആരെയോ സ്നേഹിക്കുന്നുണ്ടല്ലേ? വാട്ട് യു മീൻ? എന്റെ കണ്ണ്, തന്റെ കണ്ണൊരു ഡീപ്പ് ഓഷൻ പോലെയാണ്. ആളുകളെ അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു മാഗ്നറ്റ് ഉണ്ട് അതിന്. താൻ എന്തിനാ അതിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നേ? റിലാക്സ്, താൻ പേടിക്കണ്ട. നോ, മതി, ഞാൻ പോവാ. മുമ്പിൽ നിന്ന് മാറ്. ഓടല്ലേ, തനിക്ക് എന്താ ഇത്ര ധൃതി?
വിട്, എന്റെ കയ്യിൽ നിന്ന് വിടിച്ചോ. ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല. പക്ഷെ നീ എപ്പോ പോണോന്ന് ഞാൻ തീരുമാനിക്കും. വിടടാ. അയ്യോ, ഇന്നേ വരെ ഒരുത്തി എന്നോട് ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ടില്ല. ബട്ട് നീ അത് ചെയ്യുമ്പോൾ നിന്നോടുള്ള എന്റെ ഇഷ്ടം കൂടി വരുക ചെയ്യാ. നിനക്ക് വല്ലാത്തൊരു ഗട്ട്സ് ഉണ്ടടി. എന്നെ ഭ്രാന്താക്കുന്നതും നിന്റെ ഈ സംസാരം. കയ്യിൽ നിന്ന് പിടിച്ചോ, എനിക്ക് വേദനിക്കുന്നു. ഞാൻ വിടാ നിന്നെ. പക്ഷേ ഇപ്പൊ നീ എന്റെ കൂടെ ഇറങ്ങി വരണം. എങ്കിൽ ഞാൻ വിടാം. നിന്റെ കൂടെ വരാൻ നീ വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കിയാ മതി. ഈ ജിയെ കിട്ടില്ല അതിനും. എടി, ഈ ജോ ഒരു കാര്യം ആഗ്രഹിച്ച അത് കിട്ടാൻ ഏതറ്റം വരെ ഞാൻ പോകും. നീ വേദനിക്കണമെന്ന് എനിക്കില്ല. ബട്ട് എന്നെ വേദനിപ്പിച്ചാലേ എനിക്ക് നിന്നെ കിട്ടുള്ളൂ എങ്കിൽ ഞാൻ അതും ചെയ്യും. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ജോ. കൈ എടുക്കടാ. നീ ആരെ കണ്ടിട്ടാണ് ഈ ഒച്ച വെക്കുന്നേ? നിന്റെ മറ്റവനെ കണ്ടിട്ടാണോ? എന്റെ ഇച്ചായനെ നിനക്കറിയില്ലടാ. ഇതെങ്ങാനും എന്റെ ഇച്ചായനെ അറിഞ്ഞ. എന്റെ ചായനോ? കെവിൻ ജോ നിന്റെ ആരാടി? That's none of your business, you bloody. So there is something. മാറ്. You ഇച്ചായ, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്? ഒന്നില്ല ചേപ്പ. നിന്റെ മുഖം എന്നെ വല്ലാണ്ടിരിക്കുന്നേ. ഒന്നില്ല ചേപ്പ, നമുക്ക് പോവാം. നിന്റെ കൈക്ക് എന്നെ പറ്റിയ അതൊന്നുമില്ല. ചേവാ, നമുക്ക് പോവാം. ജിയ, നീ എങ്ങോട്ടടി? ഓ കെവിൻ, ഇവനാണോ? എടി, ഇവനാണോന്ന്? അതൊന്നുമില്ലടോ, നമ്മള് ജസ്റ്റ് സംസാരിക്കുമായിരുന്നു. ഒന്നുമില്ല. ചേവാ, നമുക്ക് പോവാം. How dare you touch her? ധൈര്യത്തിലാടാ നീ എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചത്. നിന്റെ ആരാടാ ഇവൾ? എന്നാ കേട്ടോ നീ, ഇവിടെ എന്റെ പെണ്ണാ, ഈ കെവിന്റെ പെണ്ണ്. നിന്റെ കൈയല്ല, നിന്റെ നിഴല് പോലും എന്റെ പെണ്ണിന്റെ ദേഹത്ത് വീഴരുത്. What rubbish is this? Kevin, തന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. Both of you come to my office right now. Your call has been forwarded to an automatic voice message system. 0. പ്ലീസ് ഇച്ചായ, ഒന്ന് ഫോൺ എടുക്ക് പ്ലീസ്. എവിടെ ഇച്ചായ? എന്തിനാ എന്നെ ഇങ്ങനെ എത്ര വിഷമിപ്പിക്കുന്നേ? എവിടെയായിരുന്നു ഇത്? ഞാൻ എന്ത് വിളിച്ചു? ഫോൺ എന്നെ എടുക്കാന്ന്? എന്നെ ലേറ്റ് ആയേ. ഒന്നുമില്ലടി, ഞാനിങ്ങ് വന്നില്ലേ. നീ ഒന്ന് റിലാക്സ്. മുഖത്ത് മുറിവ്. ഞാൻ ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വരാം. വേണ്ടടി, വലിയ കുഴപ്പമൊന്നുമില്ല. പ്ലീസ് ചായ ഒന്ന് അവിടെ ഇരിക്ക്. കുക്കി, എടി
രാത്രി വരെ വരാണ്ടിരുന്നിട്ട് ഇത്ര നേരമായി പെയ്താണ് ചേനു ചോദിക്കാനുള്ളത്. എവിടെയായിരുന്നു ചേ ഇത്ര നേരം? ഞാൻ എന്തൊരു ടെൻഷൻ അടിച്ചെന്നറിയോ? ഒരു തവണ ആ ഫോണൊന്നെടുത്ത് എന്നോടൊന്ന് സംസാരിക്കാൻ മേലായിരുന്നോ? എന്തേലും സംഭവിച്ചോന്നോ എന്നെ പറ്റിയോന്ന് അറിയാണ്ട് ഞാൻ ഒരുങ്ങുമായിരുന്നു ഇവിടെ ഇരുന്ന്. ഞാനൊന്ന് ഓർത്തോ എന്നെ? മതി. കേൾക്കുന്നില്ല എന്റെ ചങ്കേന്റെ ഇടുപ്പ്? നിന്റെ ചാനൊരു കുഴപ്പമില്ലടി. വേണ്ട, ഒന്നും പറയട്ടെ എന്നോട്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്ത്? എന്തിനാണ് ഈ ഉണ്ടാക്കാൻ പോയെ? അതവിടെ തീരത്തില്ലായിരുന്നോ? പിന്നെ നിന്നെ ഉപദ്രവിച്ചതിനെ ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? ഞാൻ അവൻ ഉപദ്രവിക്കാൻ നോക്കിയത് ജോണിന്റെയും ജിനിയുടെയും വളർത്തുമകളെയല്ല, എന്റെ പെണ്ണിനെയാ. നീ എന്റെ കെവിന്റെ പെണ്ണാ. നീ നിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരുത്ത ഹട്ട് ചെയ്താ സമ്മതിച്ചു കൊടുക്കത്തില്ല ഞാൻ. നീ ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ നീ എന്റെ ആരാണെന്ന്? അറിയണോ നിനക്ക്? നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ നിനക്കറിയില്ല നിനക്ക് എപ്പോഴാ എന്നോട് ഇങ്ങനെ തോന്നിയതെന്ന്? ഞാൻ പറയട്ടെ, എന്ന് മുതലാ നീ എനിക്ക് ഇങ്ങനെ ആയെന്ന്? ഓർമ്മയുണ്ടോ അന്ന് സ്കൂൾ വിട്ട് വരുമ്പോ എന്നോട് പിണങ്ങി നീ എന്റെ കൈ വിട്ട് ഓടിയ ആ ദിവസം? അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മമ്മി പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോടി? നിന്റെ കൈ പിടിച്ചെന്റെ കൈ തന്നിട്ട് മമ്മി പറഞ്ഞു, ഈ കൈ മുറുക്കെ പിടിച്ചോണം, ഇനി നീ വിട്ട് കളയല്ലേടാണ്. അന്ന് ഞാൻ നിന്നെ മുറുക്കെ പിടിച്ചത് എന്റെ ഹൃദയത്തെ കൂടിയാടി. നീ പറഞ്ഞില്ലേ ഞാൻ നിന്റെ അടുത്ത് വരുമ്പോ നിന്റെ നെഞ്ചിടിക്കൂന്ന്, നിനക്ക് ശ്വാസം മുട്ടൂന്ന്. ഓരോ തവണയും നീ വീച്ചായെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോ, എന്റെ കൂടെ നടക്കുമ്പോ, എന്നോട് ഒട്ടിയിരിക്കുമ്പോ എനിക്ക് എന്താ ഉണ്ടാകുന്നതെന്ന് നിനക്കറിയോ? അപ്പോഴെല്ലാം എന്റെ ഹാർട്ട് ഒരു ബീറ്റ് സ്കിപ്പ് ചെയ്തിട്ടടി അടിക്കുന്നത്. എപ്പോഴൊക്കെ നീ എന്നോട് മിണ്ടുമ്പോഴും ഞാൻ നോക്കുന്നത് നിന്റെ ചുണ്ടിനടിയില കറുത്ത മറുകില. എത്ര തവണ എന്റെ കൺട്രോൾ പോയിട്ടുണ്ടെന്നറിയോ ആ മറുകിലൊന്ന് പിടിക്കാൻ? നിന്റെ ചുണ്ടുകള് എനിക്കായിട്ടുള്ളത് പോലെ എന്നെ വിളിക്കുന്നതായിട്ട് തോന്നും. എത്ര തവണ ഞാൻ അതില് കൺട്രോൾ ഇല്ലാതെ നോക്കിയിരുന്നിട്ടുണ്ടെന്ന് അറിയ ഓടിപ്പില്ലേ നിനക്ക്? എന്നിട്ട് നീ ചോദിച്ചത് എന്താ? നീ എന്റെ പെങ്ങളാണോന്ന് അല്ലേ? നീ എങ്ങനെയാടി എന്റെ പെങ്ങളാകുന്ന? നിന്നെ എനിക്കായിട്ടാ അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. നിന്നെ എന്റെ കയ്യിലാ അച്ചാച്ചി തന്നത്. നിന്റെ കൈ എന്റെ കയ്യിലോട്ട് മമ്മി വെച്ച് തന്ന് അന്ന് തൊട്ട് ഈ കെവിന്റെ പെണ്ണാ നീ, എന്റെ മാത്രം നീ. ഒരുത്തനും വിട്ടുകൊടുക്കത്തില്ല ഞാൻ നിന്നെ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഒരുത്തന്റെ നെഴല് പോലും എന്റെ മേൽ പതിയെ ഞാൻ സമ്മതിക്കത്തില്ലടി.
I love you, D. I love you too, Jaya. I love you so much. आती है सीने में जब जब सांसें भरता हूँ, तेरे दिल की गलियों से मैं हर रोज गुजरता हूँ। हवा के जैसी चलती है तू, मैं रेत जैसा उड़ता हूँ। कौन तुझे यूं प्यार करेगा जैसे मैं करता हूँ।